ലോകത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പിംഗ് കമ്പനിയായ MSC ഓഹരി പങ്കാളിത്തത്തോടെ ടെർമിനൽ സ്ഥാപിക്കാൻ അദാനി തീരുമാനിച്ചത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കഴിഞ്ഞ സർക്കാരിന്റെ അവസാന കാലത്ത്. വിദേശ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് CPM നടത്തുന്ന കുപ്രചാരണങ്ങളുടെയും ഇരട്ടത്താപ്പിന്റെയും കൃത്യമായ തെളിവുകൾ പുറത്തുവന്നു. തീരുമാനം നേരത്തെ പിണറായി വിജയനെ അറിയിച്ചതായും അദ്ദേഹം പച്ചക്കൊടി കാണിച്ചതുമായാണ് അദാനിയിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ. സർക്കാർ ഒരു തുടർച്ചയാണെന്നും മുഖ്യമന്ത്രി കസേര ഒഴിയുമ്പോൾ CPM തങ്ങളെ മുൾമുനയിൽ നിർത്തുമെന്ന് പ്രതീക്ഷിച്ചില്ലെന്നും അദാനിയുടെ ഒരു വക്താവ് പറഞ്ഞു. ഇനി അദാനി പിണറായി സർക്കാരിന് നൽകിയ കമ്മീഷന്റെ കണക്ക് പുറത്തുവരുമോ എന്നാണ് അറിയേണ്ടത്. കോൺഗ്രസ് നേതാവ് ശബരിനാഥിന്റെ ഭാര്യ ദിവ്യ എസ് അയ്യർക്ക് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ അറിയാമായിരുന്നു എന്നും റിപ്പോർട്ടുണ്ട്. ഇക്കാര്യം പുതിയ സർക്കാരിനെ അറിയിക്കാത്തതാണ് MD സ്ഥാനത്ത് നിന്നും ദിവ്യ തെറിക്കാനുള്ള കാരണമെന്നും മനസ്സിലാക്കുന്നു. ഇന്നലെ പത്രസമ്മേളനത്തിൽ ദിവ്യയെ കഴിഞ്ഞ സർക്കാരിന്റെ MD എന്ന് വിശേഷിപ്പിക്കാനും മുഖ്യമന്ത്രി മറന്നില്ല. LDF സർക്കാരിന്റെ കാലത്ത് വിഴിഞ്ഞം കോൺക്ലേവിൽ MSC കമ്പനിയിലെ പ്രമുഖർ പങ്കെടുത്തിരുന്നുവെന്നും വിഴിഞ്ഞത്ത് ചരക്ക് നീക്കം ആരംഭിച്ച ശേഷം എത്തിയ കപ്പലുകളിൽ ഭൂരിഭാഗവും MSCയുടേതായിരുന്നുവെന്നും ദേശാഭിമാനി തന്നെ മുൻപ് അഭിമാനത്തോടെ എഴുതി പിടിപ്പിച്ചിരുന്നു. വിഴിഞ്ഞത്തിന്റെ വികസനത്തിന് ഈ കമ്പനിയുടെ വരവ് അനിവാര്യമാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചവർ തന്നെയാണ് ഭരണം മാറിയപ്പോൾ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി മാത്രം ഇതിൽ അഴിമതിയും രഹസ്യ ഇടപാടുകളും ആരോപിക്കുന്നത്. മുഖ്യമന്ത്രി VD സതീശനും അദാനി ഗ്രൂപ്പും തമ്മിൽ ജനവിരുദ്ധമായ രഹസ്യ ഇടപാട് നടത്തിയാണ് MSCക്ക് വിഴിഞ്ഞത്ത് വഴിവിട്ട സൗകര്യം ഒരുക്കുന്നതെന്നാണ് CPM ഇപ്പോൾ ആക്ഷേപിക്കുന്നത്. എന്നാൽ ഈ നീക്കങ്ങളെല്ലാം മാസങ്ങൾക്ക് മുമ്പ് തന്നെ പാർട്ടിയും പാർട്ടിയുടെ മുഖപത്രവും കൃത്യമായി അറിഞ്ഞിരുന്നുവെന്നും അത് പോസിറ്റീവായി റിപ്പോർട്ട് ചെയ്തിരുന്നുവെന്നാണ് പുറത്തുവരുന്ന രേഖകൾ വ്യക്തമാക്കുന്നത്. VD സതീശൻ സർക്കാർ അധികാരമേറ്റത് കഴിഞ്ഞ മെയ് മാസത്തിലാണ്. മെയ് 18-നായിരുന്നു പുതിയ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത്. എന്നാൽ പുതിയ സർക്കാർ അധികാരമേറ്റ ദിവസങ്ങൾക്കകം, അതായത് ജൂൺ ആദ്യവാരം തന്നെ CPM മുഖപത്രമായ ദേശാഭിമാനിയിൽ വിഴിഞ്ഞത്ത് വരും MSC ടെർമിനൽ, ഓഹരി വാങ്ങാനുള്ള ചർച്ച വേഗത്തിലാക്കി എന്ന തലക്കെട്ടിൽ വലിയ പ്രാധാന്യത്തോടെ വാർത്ത വന്നിരുന്നു. മെയ് മാസത്തിൽ പുതിയ സർക്കാർ വരുന്നതിന് മുമ്പ് തന്നെ അദാനി പോർട്സും MSC പ്രതിനിധികളും തമ്മിൽ 49% വരെ ഓഹരി പങ്കാളിത്തത്തിനായുള്ള ചർച്ചകൾ പുരോഗമിക്കുകയായിരുന്നുവെന്ന് ഈ വാർത്തയിൽ ദേശാഭിമാനി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. കാര്യങ്ങൾ ഇത്രയും സുതാര്യമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ പുതിയ സർക്കാരിനെതിരെ CPM രഹസ്യ ഡീൽ ആരോപണവുമായി രംഗത്തെത്തുന്നത്. അതായത് വാർത്ത പ്രസിദ്ധീകരിച്ചത് പിണറായി വിജയൻ സർക്കാരിന്റെ നേട്ടമെന്ന നിലയ്ക്കാണ്. MSC കമ്പനി വിഴിഞ്ഞത്ത് എത്തുന്നതോടെ തുറമുഖം ഒരു പ്രത്യേക കമ്പനിയുടെ കുത്തകയായി മാറുമെന്ന CPMന്റെ വാദവും വസ്തുതകൾക്ക് നിരക്കാത്തതാണെന്ന് തെളിയുകയാണ്. ഇതിന് ഉത്തമ ഉദാഹരണമാണ് അദാനി ഗ്രൂപ്പിന്റെ തന്നെ കീഴിലുള്ള അദാനി എന്നൂർ ടെർമിനൽ. വിഴിഞ്ഞത്തിന് സമാനമായി എന്നൂർ ടെർമിനലിലും MSC കമ്പനിക്ക് 49% ഓഹരി പങ്കാളിത്തമുണ്ട്. എന്നാൽ എന്നൂർ തുറമുഖത്ത് അടുത്ത കപ്പലുകളുടെ ഔദ്യോഗിക ലിസ്റ്റുകൾ പരിശോധിച്ചാൽ അവിടെ യാതൊരുവിധ കുത്തകയും നിലനിൽക്കില്ലെന്ന് വ്യക്തമാകും. MSC കമ്പനിയുടെ കപ്പലുകൾക്ക് പുറമെ ലോകത്തെ മറ്റൊരു പ്രമുഖ ഷിപ്പിംഗ് ഭീമനായ മെർസക് ഉൾപ്പെടെയുള്ള ഭൂരിഭാഗം മറ്റ് മുൻനിര കമ്പനികളുടെയും കപ്പലുകൾ നിരന്തരമായി എന്നൂർ ടെർമിനൽ വരികയും ചരക്കിറക്കുകയും ചെയ്യുന്നുണ്ട്. ഇതേ മാതൃക തന്നെയാണ് വിഴിഞ്ഞത്തും വരാൻ പോകുന്നത് എന്നതിനാൽ CPMന്റെ കുത്തക പ്രചാരണം രാഷ്ട്രീയ പ്രേരിതം മാത്രമാണ്. വിഴിഞ്ഞം പദ്ധതിക്കായി സംസ്ഥാന സർക്കാർ 5500 കോടി രൂപ നിക്ഷേപിച്ചുവെന്നാണ് CPM കേന്ദ്രങ്ങൾ പൊതുസമൂഹത്തിൽ നിരന്തരം അവകാശപ്പെടുന്നത്. എന്നാൽ ഈ കണക്കുകൾ പൂർണ്ണമായി വ്യാജമാണെന്ന് തെളിയിക്കുന്ന ഔദ്യോഗിക രേഖകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. 2026 ജൂലൈ 1 നിയമസഭയിൽ മുഖ്യമന്ത്രി VD സതീശൻ തന്നെ നൽകിയ ഔദ്യോഗിക മറുപടി പ്രകാരം വിഴിഞ്ഞം പദ്ധതിക്കായി സംസ്ഥാന സർക്കാർ ഇതുവരെ ചെലവഴിച്ചത് 3764 കോടി 54 ലക്ഷം രൂപ മാത്രമാണ്. അതേസമയം ആദ്യഘട്ടത്തിൽ അദാനി കമ്പനി 2454 കോടി രൂപയാണ് മുടക്കേണ്ടിയിരുന്നതെങ്കിൽ കരാർ വ്യവസ്ഥകളേക്കാൾ ഏകദേശം ഇരട്ടിയോളം തുകയായ 4500 കോടി രൂപയാണ് അദാനി ഗ്രൂപ്പ് നിലവിൽ പദ്ധതിക്കായി നേരിട്ട് നിക്ഷേപിച്ചിരിക്കുന്നത്. ഒന്നാം ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ നൽകിയ 817 കോടി 80 ലക്ഷം രൂപയും സംസ്ഥാന സർക്കാരിന്റെ വിഹിതവും ചേർത്താണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. തുടർഘട്ടങ്ങൾക്കായി ഏകദേശം 19,000 കോടി രൂപയോളം അദാനി കമ്പനി നിക്ഷേപിക്കുമെന്നാണ് റിപ്പോർട്ട്. പദ്ധതിയുമായി ബന്ധപ്പെട്ട് റെയിൽ കണക്ടിവിറ്റിയും ഔട്ടർ റിംഗ് റോഡും ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങളുമായി VD സതീശൻ സർക്കാർ അതിവേഗം മുന്നോട്ട് പോവുകയാണ്. ഇതിനിടെയാണ് പുതിയ വിവാദങ്ങൾ. വിഴിഞ്ഞം വിവാദ ഓഹരി ഇടപാട് സംബന്ധിച്ച് പ്രതിപക്ഷത്തിന് മുഖ്യമന്ത്രി VD സതീശൻ മറുപടി നൽകിയത് പാർട്ടി മുഖപത്രത്തിൽ ജൂൺ 5 വന്ന വാർത്ത ചൂണ്ടിക്കാട്ടിയാണ്. ഒരു വർഷം മുമ്പ് തന്നെ അദാനിയും MSCയും തമ്മിൽ ചർച്ച ആരംഭിച്ചിരുന്നുവെന്നും ഇതേ
ഇതേക്കുറിച്ച് ഇടത് സർക്കാർ അറിയാമായിരുന്നു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സർക്കാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റു മാധ്യമങ്ങൾക്ക് ലഭിക്കാത്ത വാർത്ത പാർട്ടി മുഖപത്രത്തിൽ വന്നതെന്നും സതീശൻ പറഞ്ഞു. ഓഹരി കൈമാറ്റം സംബന്ധിച്ച ഔദ്യോഗിക വിവരങ്ങൾ ജൂൺ 30-നാണ് പുറത്തു വന്നതെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞിരുന്നു. എന്നാൽ ജൂൺ 5-നാണ് പാർട്ടി പത്രം ഓഹരി കൈമാറ്റം സംബന്ധിച്ച വാർത്ത പ്രസിദ്ധീകരിച്ചത്. വിഴിഞ്ഞത്ത് MSC ടെർമിനൽ വരാൻ സാധ്യതയേറിയെന്നും ഇതിന്റെ ഭാഗമായി 49% ഓഹരി വാങ്ങാൻ അദാനി പോർട്സും MSC തമ്മിൽ ചർച്ചകൾ നടക്കുകയാണെന്നുമാണ് പാർട്ടി മുഖപത്രത്തിലെ വാർത്തയിൽ പറയുന്നത്. തുറമുഖം വാണിജ്യ പ്രവർത്തനം ആരംഭിച്ച് 1 വർഷത്തിന് ശേഷം 25% ഓഹരി വിൽക്കാമെന്നും കരാറിലെ ഈ വ്യവസ്ഥയനുസരിച്ചാണ് ഓഹരി വിപണന ചർച്ച പുരോഗമിക്കുന്നതെന്നും വാർത്തയിൽ പറയുന്നു. പാർട്ടി മുഖപത്രം 1-ാം പേജിൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റം LDF നേട്ടമാണെന്നും LDF സർക്കാരിന്റെ ദീർഘവീക്ഷണത്തിന്റെ വിജയമാണിതെന്നും അവകാശവാദം ഉന്നയിച്ചിരുന്നു. CPM നേതാക്കൾ ഇതിനെതിരെ രംഗത്ത് വന്നതോടെയാണ് പത്രം നിലപാട് മാറ്റിയത്. മുഖ്യമന്ത്രി VD സതീശൻ കേരളം നിരന്തരം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യത്തിന് ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ലെന്ന് മുൻ മന്ത്രി തോമസ് ഐസക് പറഞ്ഞു. ചാർട്ടേഡ് ഫ്ലൈറ്റിൽ മംഗലാപുരത്ത് അദാനി കമ്പനി അധികൃതരുമായി നടത്തിയ രഹസ്യ ചർച്ചയിൽ ഓഹരി കൈമാറ്റ പ്രശ്നം ചർച്ച ചെയ്തിരുന്നു എന്നും ഇതിന് മറുപടി പറയാൻ എന്താണ് ഇത്ര വിമ്മിട്ടമെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് പകരം ദേശാഭിമാനിയാണ് MSC കമ്പനിയുടെ നിക്ഷേപ വാർത്ത ആദ്യമായി പുറത്തുവിട്ടതെന്ന കള്ളം പറയാനാണ് അദ്ദേഹം മുതിർന്നത്. ജൂൺ 1-ന് എക്കണോമിക് ടൈംസിലും ജൂൺ 3-ന് മാതൃഭൂമിയിലും വാർത്ത വന്നിരുന്നു. എന്റെ അന്വേഷണത്തിൽ അതിനെ അടിസ്ഥാനമാക്കിയാണ് ദേശാഭിമാനി ജൂൺ 5-ന് വാർത്ത നൽകിയത്. മറ്റൊരു കാര്യത്തിന് കൂടി VD സതീശൻ അഭിപ്രായം വ്യക്തമാക്കേണ്ടതുണ്ട്. 2598 കോടി രൂപ മുതൽ മുടക്കുന്ന അദാനിയുടെ കമ്പനിയുടെ ഓഹരികളുടെ ഇന്നത്തെ മൂല്യം ഏതാണ്ട് 25,000 കോടി രൂപയാണ്. 30 വർഷത്തേക്ക് തുറമുഖ നടത്തിപ്പിന്റെ ലാഭം മാത്രമല്ല, ഇതുപോലെ ഉണ്ടാകുന്ന ഷെയർ മൂലവർധനയുടെ നേട്ടത്തിൽ ഒരു പങ്കും കേരളത്തിനില്ല. എന്നാൽ കേരളം 70% ചിലവ് വഹിക്കുകയും വേണം. കേരളത്തിന്റെ താല്പര്യങ്ങളെ പൂർണ്ണമായി ബലികഴിപ്പിച്ചുകൊണ്ടുള്ള ഒരു കരാറല്ലേ ഉമ്മൻചാണ്ടി തയ്യാറാക്കിയത്? ഇതിൽ എന്തെങ്കിലും നേട്ടം കേരളത്തിന് ഉണ്ടാകുന്ന തരത്തിൽ അധിക നിബന്ധനകൾ കൊണ്ടുവരുന്നതിന് ഓഹരി വിൽപ്പനയ്ക്ക് അംഗീകാരം നൽകുന്നതിന് മുമ്പ് കേരള സർക്കാർ മുൻകൈ എടുക്കുമോ, അതോ അദാനിയുടെ താളത്തിന് തുള്ളുമോ? ഇപ്പോൾ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് MSC കമ്പനിയിൽ നിന്നുള്ള നിക്ഷേപം അദാനിയുടെ മറ്റു മേഖലകളുടെ പ്രൊജക്ടുകൾക്കായിട്ടാണ് വിനിയോഗിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമാണ്. അവസാനമായി വീണ്ടും ചോദിക്കുന്നു, തുറമുഖ അധിഷ്ഠിത നഗരവികസിത കേരളം സൃഷ്ടിക്കുമ്പോൾ ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയതുപോലുള്ള കരാറുകളെയാണോ നിങ്ങൾ മാതൃകയായി കാണുന്നത്? അദ്ദേഹം കുറിച്ചു. വമ്പൻ ഷിപ്പിംഗ് കമ്പനിയായ MSCക്ക് തുറമുഖ അധിഷ്ഠിത വ്യാപാരത്തിലും ആഗോള ശൃംഖലയുണ്ട്. കണ്ടെയ്നർ ഫ്രൈറ്റ് സർവീസ്, വെയർഹൌസുകൾ, ലോജിസ്റ്റിക് കമ്പനികൾ, ട്രക്ക് സർവീസ് തുടങ്ങിയ മേഖലകളിലാണ് അവർക്ക് സംരംഭങ്ങളുള്ളത്. വിഴിഞ്ഞം കേന്ദ്രമാക്കി കേരളത്തിലും കരയിലും കടലിലും കമ്പനിയുടെ സർവാധിപത്യം ഉണ്ടായാൽ അത് രാജ്യത്തിന്റെ വ്യാവസായിക താല്പര്യങ്ങൾക്ക് എതിരാകും. മിഷൻ സമുദ്ര വഴി കേരളത്തെ സമുദ്ര വ്യാപാര രംഗത്ത് വമ്പൻ ശക്തിയാക്കി മാറ്റാൻ ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ. കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, സെൻട്രൽ വെയർഹൌസിംഗ് കോർപ്പറേഷൻ തുടങ്ങിയവ വിഴിഞ്ഞത്ത് ലോജിസ്റ്റിക് വെയർഹൌസ് സംരംഭം തുടങ്ങാൻ തയ്യാറെടുത്തു കഴിഞ്ഞു. ആഗോള വമ്പന്മാർ വിപണി കൈയടക്കിയാൽ മറ്റുള്ള സംരംഭകർ വിഴിഞ്ഞം മുൻനിർത്തി കേരളത്തിൽ നിക്ഷേപത്തിന് എത്തുമോ എന്നതും ആശങ്കയാണ്.